ഈ വരുന്ന ചൊവ്വാഴ്ച സിദ്ധാർത്ഥിൻ്റെ അച്ഛൻ CBI ചെന്ന് കാണുകയാണ്. അത് CBI ഓഫീസിൽ നിന്ന് വിളിച്ചിരിക്കുകയാണ്, മൊഴിയെടുക്കാൻ വരണമെന്ന് പറയുന്നു. ചൊവ്വാഴ്ച പോകുമ്പോൾ ഈ കയ്യിലുള്ള തെളിവുകൾ ഹാജരാക്കുന്നുണ്ടോ അതോ മൊഴി മാത്രം കൊടുക്കുന്നുള്ളൂ? ഇല്ല, തെളിവുകൾ ഹാജരാക്കും. ഇനി നമ്മളെ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്ന കാര്യം തോന്നാം. അതുകൊണ്ട് എനിക്ക് എത്രത്തോളം തെളിവുണ്ട് എൻ്റെ കയ്യിലുണ്ട്, ഞാൻ അത് തെളിവുകൾ ഹാജരാക്കും, എൻ്റെ മൊഴിയും കൊടുക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് ചിലപ്പം CBI നമ്മളെ വിളിപ്പിക്കുകയോ ഇല്ലയോ എന്നുള്ള കാര്യം എനിക്കറിയില്ലല്ലോ. അതുകൊണ്ട് എൻ്റെ കയ്യിലുള്ള എന്തൊക്കെ രേഖകളുണ്ടോ അല്ലെങ്കിൽ തെളിവുണ്ടോ അത് കൊടുക്കും. എനിക്കറിയാവുന്ന കാര്യങ്ങൾ എന്തൊക്കെ ഉണ്ട്, ഞാൻ അറിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഞാൻ ഫോണിൽ എനിക്ക് കിട്ടിയിട്ടുള്ളതും അല്ലാത്തതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ CBI കൊടുക്കും. CBI കൊടുത്തിട്ടേ വരുള്ളൂ. ഈ CBI തെളിവ് ചോദിച്ചാൽ മാത്രമേ കൊടുക്കുന്നുള്ളൂ അതോ പറയണോ? അങ്ങനെയല്ല, ഞാനത് കൊടുക്കും. ചിലപ്പോൾ അവർക്ക് വേണ്ടി വരില്ലായിരിക്കും. അത് വേണ്ടി വരണമെങ്കിൽ അവർ സ്വീകരിക്കുന്നില്ലെങ്കിൽ ചിലപ്പോൾ സ്വീകരിക്കണ്ട, അല്ലെങ്കിൽ സ്വീകരിക്കില്ലായിരിക്കും. അവർക്ക് തെളിവ് കിട്ടിക്കാണും. ചിലപ്പോൾ ഞാൻ കൊടുക്കുന്ന തെളിവ് അവർ മുമ്പ് ശേഖരിച്ച് കാണുമായിരിക്കും. എനിക്ക് അങ്ങനെയാണെങ്കിൽ അവർക്ക് അതിന്റെ ആവശ്യമില്ലല്ലോ. ഏതായാലും ഞാൻ ചോദിക്കും, എന്റെ കയ്യിൽ ഇന്ന സാറേ ഈ തെളിവുകൾക്കുണ്ട്, താങ്കൾക്ക് സ്വീകരിക്കാമെങ്കിൽ സ്വീകരിച്ചോ എന്ന് പറയുകയാണെങ്കിൽ അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ അവരങ്ങ് സ്വീകരിക്കും. ചിലപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് കിട്ടുന്നതിനെക്കാട്ടി അതിൽ നിന്നും കൂടുതൽ തെളിവ് ചിലപ്പം അവർക്ക് കിട്ടിക്കാണുമായിരിക്കും. കിട്ടിക്കാണെങ്കിൽ അതിന്റെ ആവശ്യം അവർക്കില്ല. ഏതായാലും ഞാൻ കൊടുക്കും. CBI അന്വേഷണം ഇപ്പം തുടങ്ങിയിരിക്കുകയാണ്. നാളെ കോളേജിൽ ചെന്ന് അധ്യാപകരും ജീവനക്കാരും മൊഴിയെടുത്തിട്ടുണ്ട്. ഈ അന്വേഷണം ഒരു സത്യസന്ധമായ അന്വേഷണം തോന്നുന്നുണ്ടോ? എനിക്ക് ഇതുവരെയ്ക്കും അങ്ങനെയാ തോന്നിയിട്ടുള്ളൂ. സത്യസന്ധമായിട്ടാണ് പോകുന്നത്. കാര്യം ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, അങ്ങനെ തന്നെ പ്രാർത്ഥിക്കുന്നു. എനിക്ക് ഈ പറയും പോലെ CBIയിലെ ഏറ്റവും വിശ്വാസമുണ്ട്. അങ്ങനെ അത്രയ്ക്ക് വല്ല ഫാനാണ് ശരിക്കും പറഞ്ഞാൽ. CBI എന്ന് പറഞ്ഞാൽ എനിക്ക് നല്ല വിശ്വാസമുള്ളതാണ്. അപ്പൊ ഇതുവരെയ്ക്കും നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഇനി അങ്ങനെ തന്നെ പോകും, നല്ല രീതിയിൽ തന്നെ പോകും. അവർ യാതൊരു പാർഷ്യാലിറ്റി അവർ കാണിക്കേണ്ട ആവശ്യമില്ല. പറയുമ്പോൾ അവർക്കും സത്യം കൊണ്ടുവരണം എന്നുള്ള ഒരു വാശി അവർക്കും കാണും. എനിക്ക് ഉറപ്പാണ് സത്യം കൊണ്ടുവരും. അവരെ ഞാൻ പൂർണ്ണമായി അവരെ വിശ്വസിക്കുന്നു. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നാളെ കോളേജിൽ തെളിവെടുക്കാൻ വരുന്നുണ്ട്. അപ്പൊ അവരെ മുമ്പിൽ താങ്കൾ തെളിവ് കൊടുക്കാൻ പോകുന്നുണ്ടോ അതോ മൊഴി കൊടുക്കാൻ വേണ്ടി പോകുന്നുണ്ടോ? ഇല്ല, നമ്മുടെ അങ്ങനെ പറഞ്ഞിട്ടില്ല ഇതുവരെയും. അങ്ങനെ പറയുകയാണെങ്കിൽ അവർ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് അവർ മൊഴി കൊടുക്കും. എന്നോട് ഇതുവരെയും വരാനായിട്ട് ആവശ്യപ്പെട്ടിട്ടില്ല. ആവശ്യപ്പെടുകയാണെങ്കിൽ ചിലപ്പോൾ ഏത് സമയത്താണ് ഹാജരാവാൻ പറയുന്നത് ആ സമയത്ത് ഞാൻ ഹാജരായി മൊഴി കൊടുക്കും. അത് എന്റെ സൗകര്യം എന്നല്ല, അവരുടെ സൗകര്യത്താണ് നോക്കി ഞാൻ കൊടുക്കും. മൊഴി കൊടുക്കാൻ ചെല്ലുന്ന സമയത്ത് കേരള പോലീസ് എന്തെങ്കിലും അവരുടെ കൂടെയാണ്. അപ്പൊ ഈ പോലീസ് മുമ്പിൽ വെച്ചായിരിക്കും ഈ തെളിവുകൾ ഹാജരാകുന്നത് അവര്? ഇല്ല, എനിക്ക് അത് അറിയില്ല. അവർ എവിടെ വെച്ചാണ് നമ്മൾ മൊഴി എടുക്കുന്നത് എന്ന് എനിക്കറിയില്ല. ഈ പോലീസിന് മുമ്പിൽ വെച്ചാണെങ്കിൽ പോലും ഞാൻ CBIക്ക് കൈമാറി. എനിക്ക് ഒളിച്ചു കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. ഞാൻ കൊടുക്കുന്നത് CBIക്കാണല്ലോ കൊടുക്കുന്നത്. അത് അവിടെ അവരുണ്ടെങ്കിലോ അവർ വിളിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. അവരും ഒരു ഫോഴ്സാണ്, പോലീസ് ഫോഴ്സാണ്. ഇത് കള്ളമൊന്നുമില്ലല്ലോ. ഇതിനകത്ത് കള്ളമോ അല്ലെങ്കിൽ വേറെ ഞാൻ കള്ളക്കടത്ത് നടത്തുന്നതോ ഒന്നുമല്ല. എന്റെ കയ്യിലുള്ള മൊഴി ഞാൻ CBI കൊടുക്കുന്നു. അത് അവരുണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് എനിക്കൊരു വിഷയമുള്ള കാര്യമില്ല. ഈ ഭരിക്കുന്ന പാർട്ടിയിലെ നേതാക്കൾക്കെതിരെ, SFIയിലെ നേതാക്കൾക്കെതിരെയാണ് താങ്കൾ തെളിവ് കൊടുക്കുന്നത്. അപ്പൊ അതിന്റെ പേടിയുണ്ടോ? ഞാൻ എന്തിനാ പേടിക്കുന്നത്? ഞാനിപ്പോ ഒരു വ്യക്തിക്കെതിരെയോ അല്ലെങ്കിൽ ഒരു പാർട്ടിക്കെതിരെയോ അല്ല ഞാൻ കൊടുക്കുന്നത്. എന്റെ കയ്യിലുള്ള തെളിവ് ഞാൻ ഇതുവരെയും കേരള പോലീസ് പിടിക്കാത്ത പ്രതികൾ, പാർട്ടി സംരക്ഷിക്കുന്ന പ്രതികളാണ്. അവർക്കെതിരെ താങ്കൾ CBIക്ക് തെളിവ് കൊടുക്കാൻ പോണത്? അവർക്ക് അതാണ് ഞാൻ പറഞ്ഞത്. എന്റെ കയ്യിലുള്ള തെളിവുകൾ ഞാൻ കൊടുക്കുന്നു. അതിൽ ആരാണ് എനിക്ക് എതിർ സ്ഥാനത്ത് നിൽക്കുന്നത് എനിക്കതൊരു വിഷയമേ അല്ല. അത് ഭരിക്കുന്ന പാർട്ടി ആയാലും അല്ലെങ്കിൽ ഏറ്റവും വലിയ നേതാവായാലും അത് പാർട്ടിയുടെ തലപ്പത്തുള്ളവരാണ് ആയിക്കോട്ടെ, എനിക്കതൊരു വിഷയമുള്ള കാര്യമല്ല. ഞാൻ ഒരിക്കലും പേടിക്കുന്നുമില്ല. ഞാൻ കൊടുക്കുന്നത് ഒരു വ്യക്തിക്കെതിരെയല്ല, ഒരു പാർട്ടിക്കെതിരെയല്ല, അങ്ങനെയുള്ള ആർക്കെതിരെയല്ല. എന്റെ മകന്റെ കൊലയാളികൾക്കെതിരെയാണ് ഞാൻ കൊടുക്കുന്നത്. അതിൽ ആരാണോ മുന്നിൽ അതെനിക്കൊരു വിഷയമല്ല, ഞാനത് കൊടുക്കും. എനിക്കതിൽ വേറെ ഇതിന്റെ ഇടയ്ക്ക് ഒരു വ്യക്തിപരമായോ പാർട്ടിപരമായോ ഇതിന് ഞാൻ മുന്നിൽ ചെയ്യുന്നില്ല. എനിക്ക് ആവശ്യമില്ല. അതിന്റെ ഈ പ്രതികളെ ഹാജരാക്കാൻ CBI ശ്രമിക്കുന്നത് കേസിൽ മൊഴിയെടുക്കാൻ വേണ്ടി, പ്രതികളെ ചോദ്യം ചെയ്യാൻ വേണ്ടി കസ്റ്റഡിയിൽ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ആ സമയത്തും താങ്കൾ അവരുടെ കൂടെ നിൽക്കുന്നുണ്ടോ അതോ പിറ്റേ ദിവസം തിരിച്ചു വരികയാണോ? ഇല്ല, CBIയിലെ എന്റെ മൊഴി എത്രയാണോ ആവശ്യം, ഏതൊക്കെയാണോ ആവശ്യം, അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വരും. എനിക്കത് അവരുടെ ബാക്കി അവർ മൊഴി എടുക്കുന്നത് കാണാനോ അല്ലെങ്കിൽ അവർ കസ്റ്റഡി വാങ്ങുന്നത് കാണാനോ ഞാൻ നിൽക്കേണ്ട കാര്യമില്ല. ഞാൻ നിൽക്കില്ല. അതൊക്കെ CBIയുടെ ജോലിയല്ലേ. അത് അവർക്ക് അമ്മാവനും ചോദ്യം ചെയ്യുന്നുണ്ട്, ന്യൂസ് പുറത്തു വരുന്നുണ്ട്. അതെ, എന്നെക്കാട്ടി കുറച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാവുന്നത് അവന്റെ അമ്മാവനാ, സിദ്ധാർത്ഥന്റെ അമ്മാവനാ. അതുകൊണ്ട് അവന് കുറച്ച് കാര്യങ്ങൾ കൂടുതൽ അറിയാം. ചിലപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ചിലപ്പോൾ അവന്റെ കയ്യിലും രഹസ്യങ്ങളോ എന്തെങ്കിലും കാണും, അല്ലെങ്കിൽ തെളിവുകളോ കാണുമായിരിക്കും. ഞാൻ ചോദിച്ചിട്ടില്ല, ചിലപ്പോൾ കാണും. അപ്പൊ അതെല്ലാം എല്ലാം കൊടുക്കണം. കൂടുതൽ ഇതിൽ ആധികാരികമായിട്ട് ശരിക്കും പറഞ്ഞാല് ഇതിന്റെ ഒരു ബ്രെയിനായിട്ട് തന്നെ പ്രവർത്തിച്ചത് അവന്റെ അമ്മാവനാ, ഷിബുവാ. ഇതിന് ഈ കേസ് കൊണ്ടുവരാനോ അല്ലെങ്കിൽ ഇതിനൊന്ന് ഏത് രീതിയിലോട്ട് ശരിക്കും ഒരു വഴിത്തിരിവേനോ ഉണ്ടാക്കിയത് ഷിബു അവന്റെ അമ്മാവനാണ്. അതുകൊണ്ട് അമ്മാവനെ കൃത്യമായിട്ട് ഉറപ്പായിട്ടും അമ്മാവന്റെ മൊഴി അതിൽ രേഖപ്പെടുത്തണം. അതിൽ ഒരുപാട് ഉപയോഗം ഉണ്ടാവും, ഒരുപാട് തെളിവ് അതിൽ കിട്ടും.
ചെയ്യും.